വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും സാധാരണ എല്ലാവരും പൈനാപ്പിൾ ജ്യൂസ് വീട്ടിലുണ്ടാക്കുന്നതല്ലേന്ന്. എന്നാൽ ഈ ഒരു ജ്യൂസിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞതാണ്. അതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന നാരങ്ങ നീരിൻ്റെ അളവിലും കുറവ് വരുത്തണം. അതേപോലെ തന്നെ പൈനാപ്പിളിന് മധുരം ഒരുപാട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നാരങ്ങ നീര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരമൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം, പഞ്ചസാര ഇതെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പച്ചമുളക് അല്ലെങ്കിൽ ഒരു കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ പൈനാപ്പിളിൻ്റെ ഒരു മധുരവും പുളിപ്പും അതിൻ്റെ കൂടെ നാരങ്ങാനീരിൻ്റെ പുളിപ്പും അതേപോലെ ഇഞ്ചിയൊക്കെ കൂടി ആകുമ്പോൾ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ദഹനത്തിനും വളരെയധികം നല്ലതാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ജ്യൂസാണിത്. ഇത് സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീതേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ച് സമയമൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിയുടെ കുത്തൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഫ്താറിനൊക്കെ നോമ്പ് തുറക്കാൻ പറ്റിയൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് ദഹനത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് പൈനാപ്പിളും അതുപോലെ ഇഞ്ചിയൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.